ഇനി കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകൾ കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കാൻ കോൺഗ്രസിന്റെ നീക്കം എന്നുള്ള വാർത്തയാണ് അടുത്തത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണെങ്കിൽ ഈ മണ്ഡലത്തിൽ വിജയ സാധ്യത എന്നുള്ള വിലയിരുത്തലാണ് ഈ നീക്കം നടത്തുന്നത്. UDF സംസ്ഥാന നേതൃത്വത്തെ ആവശ്യം DCC അറിയിക്കും. കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ വിട്ടു നൽകാമെന്നും കോൺഗ്രസിൽ അഭിപ്രായമുണ്ട്. അതേസമയം കേരള കോൺഗ്രസ് ഈ നീക്കം അംഗീകരിക്കാൻ ഇടയില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. ജോസി, ഏറ്റുമാനൂർ സീറ്റൊക്കെ വിട്ടു നൽകാൻ തിരിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നം ജോസഫ് വിഭാഗത്തിന് ഉണ്ടാക്കില്ലേ? നൗഫൽ, കാലങ്ങളായി കേരള കോൺഗ്രസുകളാണ് UDFൽ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ സീറ്റുകളിൽ മത്സരിക്കുന്നത്. അതിലൊരു മാറ്റം വരണം. വിജയസാധ്യത കണക്കിലെടുത്ത് അവിടെ കോൺഗ്രസ് മത്സരിക്കണമെന്നൊരു പൊതുവികാരം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനും നേതാക്കൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് ഭരണം ഉറപ്പിക്കണമെങ്കിൽ മധ്യ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF വിട്ട് പോയതിനു ശേഷം പല സീറ്റുകളും മധ്യ കേരളത്തിൽ നഷ്ടപ്പെട്ടു. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും ചില സാമുദായിക സമവാക്യങ്ങളൊക്കെയും ഉയർത്തിയാണ് ഇത്തരത്തിൽ ഒരു ചർച്ച ജില്ലാതല UDF നേതാക്കൾക്കിടയിൽ നടക്കുന്നത്. DCCക്കും ഇതിന് അനുകൂല നിലപാടാണ്. ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും കോൺഗ്രസ് ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ അത് UDFന് വളരെ ഗുണം ചെയ്യുമെന്നതാണ് വിലയിരുത്തൽ. വിജയസാധ്യതയുണ്ട് എന്ന് നമുക്ക് അവർ പ്രതികരണങ്ങളിലൂടെ പറയുകയും ചെയ്തു. മന്ത്രി VN വാസവൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ഏറ്റുമാനൂർ. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് ഇപ്പോൾ MLA ഉള്ളത്. ഈ നിലയ്ക്ക് ഈ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഇത്തരത്തിലുള്ള ഈ അനുകൂല സാഹചര്യം UDF സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനാണ് DCC നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിന് പകരമായി പൂഞ്ഞാർ സീറ്റ്, കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകുവാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചകളൊന്നും ഇപ്പോൾ ഉഭയകക്ഷി എന്ന നിലയിൽ കേരള കോൺഗ്രസുമായി നടന്നിട്ടില്ല എന്നതാണ് കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇത്തരമുള്ള ചർച്ചകളും നീക്കങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രാഥമിക പ്രതികരണം മാത്രമാണ് കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നാൽ അതിനെ തടയിടുമെന്നുള്ള പ്രതികരണങ്ങളും അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ ഒരു വിജയ സാധ്യത എന്ന നിലയിൽ ഇത്തരം ഒരു ഫോർമുല മുന്നോട്ട് വെച്ച് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ നിലയ്ക്ക് തങ്ങൾ പരമാവധി സമ്മർദ്ദം ചെലുത്തുമെന്നാണ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പല നേതാക്കളുടെ പേരുകളും ഈ മണ്ഡലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, അതോടൊപ്പം DCC ജനറൽ സെക്രട്ടറി ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് കുമരകം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച വൈശാഖ് എന്നിവരുടെ പേരുകളാണ് ഏറ്റുമാനൂരിൽ പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ടോമി കല്ലാനി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, ജോസി സെബാസ്റ്റ്യൻ അടക്കമുള്ള നേതാക്കളുടെ പേരും ചങ്ങനാശ്ശേരിയും കോൺഗ്രസിൽ സീറ്റ് മത്സരിക്കുകയാണെങ്കിൽ അത്തരം പേരുകളും സാമുദായികമായ ചില ഘടകങ്ങൾ അനുകൂലമാകുമെന്നുള്ള വിലയിരുത്തലും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഉഭയകക്ഷി ചർച്ചകൾ സംസ്ഥാന നേതൃത്വത്തിൽ നടക്കണം. അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ള അന്തിമ തീരുമാനം. ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കെയാണ് കോൺഗ്രസ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകൾ ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യമാണ് കോട്ടയം DCCയിൽ ഉയർന്നിരിക്കുന്നത്. അത്ര എളുപ്പമാവില്ല എന്ന് തോന്നുന്നു അല്ലേ? അത് വിട്ടു നൽകാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തയ്യാറാകുമെന്നുള്ള ചോദ്യമുണ്ട്. ശരി.